കോൺഗ്രസ് പ്രവർത്തക ഹിമാനി സർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്ത് പിടിയിലായിരിക്കുന്നു. ഹരിയാന ബഹദൂർഗഡ് സ്വദേശിയാണ് പിടിയിലായത്. ഹിമാനി ഇയാളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ശനിയാഴ്ചയാണ് റോഹ്തക്കിൽ സൂട്ട് കേസിലാക്കിയ നിലയിൽ നർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കാൻ ഹരിയാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്തതായും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. 4 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തിയത്. ഹിമാനിയെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്ന് ഹിമാനിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. നിരവധി തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി വേണം. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി ആരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. പോലീസ് യാതൊരു വിവരവും നൽകുന്നില്ല. ഹിമാനിയെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണം. ഹിമാനിയുടെ സഹോദരൻ ജതിൻ ദേശീയ മാധ്യമമായ ANIയോട് പറഞ്ഞു. പ്രതി ആരാണെന്ന് അറിയുന്നതുവരെ ഹിമാനിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്നാണ് ഹിമാനിയുടെ അമ്മാവൻ രവീന്ദർ പറയുന്നത്. കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് നർവാളിന്റെ കുടുംബം അറിയിച്ചിരുന്നു. നർവാളിന്റെ വളർച്ചയിൽ പാർട്ടിയിലെ പലർക്കും അസൂയയുണ്ടായിരുന്നുവെന്ന് മാതാവ് സവിത പറഞ്ഞു. അവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നിയ പാർട്ടിയിലെ ആരെങ്കിലുമാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാകാം, സവിത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവസാനമായി ഞാൻ അവളോട് സംസാരിച്ചത് ഫെബ്രുവരി 27-നാണ്. അടുത്ത ദിവസം ഒരു പാർട്ടി പരിപാടിയുമായി തിരക്കിലായിരിക്കുമെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എന്റെ മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ മൃതദേഹം സംസ്കരിക്കില്ല, സവിത കൂട്ടിച്ചേർത്തു. 22-കാരിയായ ഹിമാനി നർവാളിന്റെ മൃതദേഹം റോഹ്തക്കിലെ സാംബ്ലെ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് 200 മീറ്റർ അകലെ സൂട്ട്കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാര് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം സൂട്ട്കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവായ ഹിമാനിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയായിരുന്നു. ഹിമാനിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സൂട്ട്കേസിലാക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോനിപത്തിലെ റിസാന സ്വദേശിയായ ഹിമാനി റോഹ്തക്കിലാണ് താമസിച്ചിരുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിലെത്തിയപ്പോൾ ഹിമാനി സജീവമായി പങ്കെടുത്തിരുന്നു. ഹിമാനി നർവാൾ കൊലപാതക കേസിൽ ബഹദൂർഗഡ് സ്വദേശിയായ ആൺസുഹൃത്താണ് ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. പാർട്ടിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനി. ഹിമാനിയുടെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പലയിടങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ആൺസുഹൃത്ത് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.